അതെ അല്ല വേണ്ട നിക്ക്. അതെ 5 വർഷമായിട്ട് പണിങ്ങിക്കണ അമ്മായ. അപ്പൊ അമ്മായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പോയിട്ട് അമ്മായിനെ മരിക്കുക, അതിന് ശേഷം നിങ്ങളെ ഞാൻ വിളിക്കാം. അപ്പൊ നിങ്ങൾ വന്നാ മതി. ഞങ്ങോട്ട് വെയിറ്റ് ചെയ്തോളാം. ഇതിനോടൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കടാ. എന്റെ ഒന്ന് സൈക്കൊന്നും മിണ്ടാതിക്കണ്ടോ? ശരണ്യെ മിണ്ടല്ലേ. ഈ ഏട്ടമായി വിളിച്ചാ ചെല്ലി ചെല്ലി. ഞാൻ പോല എന്ത് നോക്ക് ചേട്ടൻ ചെല്ലട്ടെ. ഞാൻ നോക്കിക്കോളാം. എപ്പോഴേലും കൊണ്ട് കളയാതിനെ ഒന്ന് പോയി തുറക്കൊന്ന്. അമ്മായി അമ്മായി കാലത്തും തന്നെ നീ വന്നെന്തിനാണ്? എന്റെ തലതല്ലി പൊളിക്കാനാണോ? അമ്മായി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്റെ അനിയൻ കൂട്ടനെയും അവന്റെ പെണ്ണിനെയും ഞാൻ കൊണ്ടുവന്നുണ്ട് അമ്മായിയുടെ അനുഗ്രഹം പേടിക്കാനായിട്ട്. അനുഗ്രഹം പേടിക്കാൻ ഇറങ്ങിപ്പോടാ എന്റെ കുടുംബത്തിന്ന്. അമ്മായി ഇതൊന്നും പറയില്ല അമ്മായി. പിന്നെ പറ്റില്ല. ഈ കാലിന്റെ അനുഗ്രഹം എനിക്ക് വേണം. ആ കാലിന്റെ അനുഗ്രഹം വില്ലേട്ടാണോ നശിപ്പിച്ച് താഴേക്ക് മഞ്ജു ദേ. എന്റെ ദൈവമേ, കണ്ണിക്കര വലിച്ചു കയറാൻ ഞാനെന്താ വല്ല ഓലപ്പട്ടം കാനാണോ? എവിടെ മൂത്തവൻ? എവിടെ? എന്നെ ഒന്ന് പൊക്കിയാടാ. എവിടെ നീ? ഈ കാലത്ത് തന്നെ വരം വിളിച്ചോണ്ട് എന്റെ കാലവാരി നിലത്തടിക്കണോടാ. നിനക്ക് 19 വയസ്സായിടാ. നിനക്ക് വല്ല പണിക്ക് വെക്കൂടാ. എനിക്ക് ജോലി കിട്ടിയമ്മായി. എന്റെ ജോലിയുടെ ഭാഗമാണ് ഇത്. ഇതെവിടെ ജോലി കിട്ടിയ? എനിക്ക് നീയേ സാപ്രിയ സംഗീതം പഠിക്കാണ്ടേ നീ അവിടെ മാറി നിന്നിങ്ങട്ടെ KSRTC എഴുതി പഠിക്ക്. എന്നിട്ടൂത് എനിക്കിട്ടൂതല്ലേ? നീ എനിക്കിട്ടൂതല്ലേ ഏട്ടാ? അമ്മായി തിന്നോ. എന്താ അത്? അണ്ടിപ്പരിപ്പ് മുന്തിരിയാ. അമ്മായി എന്റെ പെണ്ണിന്റെ സ്നേഹം കണ്ടില്ലേ? എന്ത് സ്നേഹം നോക്കി അമ്മായി അടുത്ത്. അതല്ല പിന്നെന്താണ്? കേളത്തെ ചോക്ലേറ്റ് മാത്രം മതി. അത് അമ്മായിക്ക് വെച്ചു. വിളിച്ചോണ്ട് പോടാ ഈ സാധനത്തിന്. അമ്മായി എന്തെങ്ങനെ? അമ്മായി ഇങ്ങനെയാന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അമ്മായി ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മായി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കും, KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബാക്കിലിരിക്കും. നീ അധികം നീ വളച്ചെടുത്ത് ഞാൻ നിന്റെ തലേ കയറിയിരിക്കും കേട്ടോടി. അമ്മായി ഇങ്ങനൊന്നും പറയല്ലോ. നോക്കിയേ എന്റെ മോളെ നോക്കാം അമ്മായി. നോക്കിയേ അമ്മായിയുടെ അതേ കണ്ണ്, അമ്മയുടെ അതേ മൂക്കുന്ന്, അതേ നാക്ക് വരെയുണ്ട്. എനിക്ക് കാണണ്ട. എന്തമ്മായി കാണണ്ടെന്ന് പറയുന്നത്? എന്തമ്മായി കാണണ്ടെന്ന് പറയുന്നത്? ചോദിക്ക്. അമ്മായി പണ്ട് കാനഡയിലായിരുന്നു. അല്ലടി നിങ്ങൾ അമ്മായ ഒരു കാര്യം പറയട്ടെ. നോക്കിയേ എന്റെ കല്യാണം അച്ഛൻ വിളിച്ചില്ല, പോട്ടെ ക്ഷമിക്ക്. പക്ഷെ ഞാൻ അമ്മാന്റെ കല്യാണം വിളിച്ചില്ലേ, അമ്മായിക്കൊന്നും അവിടെ വരെ വന്ന് പോയിട്ട് ഞങ്ങളുടെ അനുഗ്രഹം പിടിച്ചോണ്ട് പോവായിരുന്നില്ല അമ്മായ. എനിക്ക് തന്നെ കിട്ടോടാ. അവൻ പറഞ്ഞ കേട്ടാ, അവന്റെ കല്യാണത്തിന് ചെന്നിട്ട് ഞാൻ അവന്റെ അനുഗ്രഹം. നിനക്ക് അങ്ങനെ തന്നെ വേണം. അവന്റെ തല വണ്ടേ തിരിഞ്ഞതാ. ഒന്ന് പോർന്ന് അമ്മായെ. എന്നാലും അമ്മായിക്കൊന്ന് കല്യാണം ഒന്ന് കൂടാൻ വന്നൂടെ? നിന്റെ കല്യാണത്തിന് കൂടാൻ വന്ന കഥ ഞാൻ പറയണോ? എവിടെ വൻ? അതെ നിക്കണ് ഇവന്റെ മൂത്ത മോൻ കല്യാണത്തിന്റെ ഒത്ത നടുപ്പന്തിരല്ലേ വന്ന് നിന്നത്. എന്നെ നെഞ്ചത്ത് കയറി ചവിട്ടാൻ. പറയട്ടാ, നിങ്ങൾ ആരെങ്കിലും അവരൊന്ന് പിടിച്ചു മാറ്റിയാ ചേട്ടായി ഇതിപ്പോ. ഞാൻ ആ കലവരെ കയറി ഒരു പപ്പടം തിന്നാൻ വേണ്ടി കുമ്പിട്ടതാണ്. അവനെന്റെ കോതമംഗലം നോക്കിയല്ലോ ഒരു ചവിട്ട് പറ്റിയത്. എന്നിട്ടല്ലടാ ആ ചവിട്ടിട്ടല്ല ആ പപ്പടം പൊട്ടിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പിട്ട് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ടിവിയിൽ വന്ന് പേപ്പറിൽ വന്ന് എന്തൊക്കെയുണ്ട് ഉണ്ടായത്. എന്നിട്ടെങ്കിലും നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല. 5 വയസ്സായ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ 5 വയസ്സായ കൊച്ചിനോട് ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം? എന്റെ പൊന്നമ്മായി. നീയൊന്നും പറയണ്ടാ, നീയൊന്നും പറയൂല അമ്മായി. അപ്പൊ ഈ കോതമംഗലത്തെ കേസ് എന്തായി? ഏത് ഈ സാധനത്തിന് കീം കൊടുത്ത് വിട്ടിട്ടാ? നീ ഈ സാധനത്തിന്റെ ബാറ്ററി ഊരിടാ. മിണ്ടരുത് കൊടുത്തിട്ട് അമ്മായെ. നോക്കിയേ അതെ അമ്മായി അച്ഛനും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ തീർത്താലും അമ്മായി നമുക്ക് വീട്ടിലേക്ക് പോവാം. കണ്ട അതി ഒരാളെ ഫോട്ടോ പല്ലിയാണ് അടിച്ചാൻ പൊളിക്കും. ഇയാളുടെ 60-ാം പിറന്നാളിന് മുറിക്കാൻ പറ്റ കേക്കില് പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചോനല്ലടാ. പന്നിപ്പടക്ക അമ്മായി എങ്ങനെ പറയുന്ന കരുതിട്ടാ. അത് അമ്മായി അതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കേക്കിൽ ട്രെൻഡാണ്. മറ്റേ ബർത്ത്ഡേ കാൻഡി ലൈറ്റ് എന്ന് പറയും. ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. വേണ്ട ഈ ബർത്ത്ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്കറിഞ്ഞൂടാ. ആദ്യം നമ്മൾ തിരി കത്തിക്കും. തിരി കത്തിക്കുമ്പോൾ വയസ്സ് എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് പൂത്തിരി കത്തും. അത് കഴിഞ്ഞ് അവസാനം ഒരു കുഞ്ഞു പടക്കത്തോടു കൂടി
അല്ല എന്തിപ്പഴും ഉണ്ടായേ കുഞ്ഞോനെ എന്താ അമ്മായെ നിനക്ക് ഈ സാധനത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ വട്ട പറയുന്നു പട്ടപ്പറല്ല എവിടെ നിന്ന് കുന്നിന്റെ മേലെ എപ്പ നട്ടുച്ചക്ക് കണ്ടില്ലമ്മായി മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്തിരിക്കണ്. ആഹാ ഇതിന്റെ മുടിയലട സ്ട്രേറ്റ് ചെയ്യേണ്ടത് ആയതിനെ കൊണ്ടായി ഇതിന്റെ നാക്ക് സ്ട്രേറ്റ് ചെയ്യടാ. ഈ നാട്ടുച്ചക്ക് കിട്ടിയ നാട്ടപ്പരാതിന് എവിടെങ്കിലും കൊണ്ടുപോയി പറഞ്ഞയക്കടാ. അമ്മായി പോവാ നമുക്ക് എവിടേക്ക്? വട്ടപ്പാറയ്ക്ക്. എന്റെ കാട്ടുകുത്തപ്പ എന്നെ കൊല്ലാൻ കൊണ്ടോണേ.